ഒരു കാരണവശാലും ഇത് പിറകോട്ടില്ല. ഈ ഹൈവേ ഓവർപാസ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാവും. ദേശീയപാതയിൽ പഴങ്കാവ് ചോളംവയൽ ജംഗ്ഷനിൽ ഓവർപാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി വേറിട്ട സമരത്തിലേക്ക്. ഓവർപാസിന്റെ ആവശ്യകത അധികാരികളിലേക്ക് എത്തിക്കുന്നതിനായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. സമരത്തിന്റെ ഭാഗമായി, സമരത്തിന്റെ ഘട്ടം മാറ്റുന്നതിന്റെ ഭാഗമായി ഇന്ന് കാലത്ത് ആരംഭിച്ച കൂട്ടയോട്ടം ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, പഴങ്കാവ് ചോളംവയൽ ഹൈവേ ഓവർപാസ് അനുവദിക്കുക എന്ന ആവശ്യവുമായി 63 ദിവസമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന പഴങ്കാവ് ചോളംവയൽ ഹൈവേ ഓവർപാസ് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കാലത്താരംഭിച്ച കൂട്ടയോട്ടം പഴങ്കാവിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം വടകര RDO ഓഫീസ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് RDOവിന് ആക്ഷൻ കമ്മിറ്റി നിവേദനം കൈമാറി. ഈ ജനുവരി 26 മുതൽ ആരംഭിച്ച ഈ സമരമാർഗം, കൺവെൻഷനോടുകൂടി ആരംഭിച്ച ഈ സമരമാർഗം, അതിനു മുമ്പ് 2024 അധികാരികളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിവേദനങ്ങൾ കൊടുക്കുകയും ആരും അതൊരു മുഖവിലേക്ക് എടുക്കാത്തത് കാരണമാണ് നമ്മൾ ഈ സമരമാർഗത്തിലേക്ക് ഇറങ്ങിയത്. മനുഷ്യ ശൃംഖലയോടുകൂടി ആരംഭിച്ച സമരമാർഗം RDO ഓഫീസ്, കോഴിക്കോട് ജില്ലാ കളക്ടർ ഓഫീസ്, NHI ഓഫീസ്, കൂടാതെ ഓഫീസ് ധർണ, അതുമായി ബന്ധപ്പെട്ട നിരവധി നിവേദനങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിലേക്കൊക്കെ നൽകിയിട്ടും അനുഭാവപൂർണ്ണമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വടകര പട്ടണത്തിൻ്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന പഴങ്കാവ് മുതൽ അറക്കിലാട്, പരവന്തല, ചേന്നമംഗലം, നെല്ലിയാങ്കര, മാങ്ങാട്ടുപാറ, മനോൽമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ 10,000-കണക്കിന് ജനങ്ങൾ വടകര പട്ടണവുമായി ബന്ധപ്പെടേണ്ട ഏക മാർഗമാണ് പഴങ്കാവ് ചോളംവയൽ ഹൈവേ ക്രോസ് റോഡ്. അവിടെ ഒരു ഓവർപാസ് നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും അഭിപ്രായം. ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നടന്ന ഈ കൂട്ടയോട്ടം ബഹുമാനപ്പെട്ട ശ്രീ P. ഹരീന്ദ്രനാഥ്, ചരിത്രകാരൻ, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുകയും വോയിസ് ഓഫ് ചോറോഡിൻ്റെ ചുണക്കുട്ടികളും പഴങ്കാവിലെ മുഴുവൻ ആപാലവൃദ്ധ ജനങ്ങളും പഴങ്കാവ് മുതൽ ടൗൺ ഹാൾ റോഡ് വഴി, കോൺവെൻറ്റ് റോഡ്, മാർക്കറ്റ് റോഡ് വഴി വടകര പുതിയ ബസ് സ്റ്റാൻഡ് സമീപമുള്ള RDO ഓഫീസിലേക്ക് വന്ന് RDOവിന് നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിലും ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, കേന്ദ്രമന്ത്രി, കേരള PWD മിനിസ്റ്റർ, അങ്ങനെ നിരവധി രാഷ്ട്രീയ പാർട്ടി പ്രമുഖർ, പ്രതിപക്ഷ നേതാവ്, നമ്മുടെ MP, MLA ഒക്കെ നമ്മൾ വളരെ അനുഭാവപൂർണ്ണമായ നിലപാടുകളാണ് എടുത്തത്. കൂടാതെ വടകര മുനിസിപ്പൽ ചെയർമാൻ, ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ വാർഡുകളിലെ കൗൺസിലർമാർ എല്ലാവരും നമ്മളോട് വളരെ ഐക്യദാർഢ്യമായ അനുഭാവപൂർണ്ണമായ പ്രകടനമാണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അധികാരികളുടെ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സമരമാർഗം. സമരം 62 ദിവസമായി ഞങ്ങൾ പഴങ്കാവ് ഹൈവേ ക്രോസ് റോഡിൽ സായാഹ്ന ധർണ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിത്യേന 100 കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന സായാഹ്ന ധർണ, അതിൻ്റെ ധർണയുടെ മറ്റൊരു ഘട്ടമായ ഇന്ന് ഈ കൂട്ടയോട്ടം സംഘടിപ്പിക്കുകയാണ്. അടുത്ത സമരമാർഗം ഞങ്ങൾ ചിലപ്പോൾ ഹൈവേ ഉപരോധിക്കുന്നതടക്കമുള്ള സമരത്തിലേക്ക് കടക്കേണ്ടി വരും. എങ്കിലേ നമ്മളുടെ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം നമ്മൾക്ക് ഇത് പ്രാവർത്തികമായാൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അതിന് ഞങ്ങളുടെ നാട്ടുകാരായ മുഴുവൻ ജനങ്ങളുടെയും സർവ്വവിധ പിന്തുണയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഇത് പിറകോട്ടില്ല. ഈ ഹൈവേ ഓവർപാസ് നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ സമരരംഗത്തുണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,